സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ് എന്താണെന്നുള്ള റീഡിംഗ് തന്നെയാണ്. സോ ബേസ്ഡ് ഓൺ ഫയൽ സെലക്ഷൻ ആണ് നമ്മുടെ റീഡിംഗ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ യു ഹാവ് ഫയൽ നമ്പർ 1, ഫയൽ നമ്പർ 2, ഫയൽ നമ്പർ 3, ഇങ്ങനെ 3 ഫയലാണ് നമുക്കുള്ളത്. സോ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ തോന്നുന്ന ഒരു ഫയലിനെ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം വിച്ച് ഫയൽ ഡു യു വോണ്ട് ടു ചൂസ് എന്നുള്ളത്. എന്നിട്ട് നമുക്ക് റീഡിംഗ് പ്രോപ്പറിലേക്ക് പോകാം. എന്താണ് നിങ്ങളുടെ ഫേവറേറ്റ് ഫയൽ, എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ് എന്ന് നോക്കാം. അതുകൂടാതെ നമ്മുടെ പോർട്ടലിലുള്ള സ്പെഷ്യൽ മെസ്സേജസ് നമ്മൾ ഇന്ന് നോക്കുന്നതായിരിക്കും. ഹാൻഡ് റിട്ടൺ മെസ്സേജസ് എന്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ നോക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഫയൽ സെലക്ട് ചെയ്യാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു റീഡിംഗ് കാണുന്നത്, ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ റീഡിംഗ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. സോ മെനി പീപ്പിൾ ഡോണ്ട് നോ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. സോ താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് നമ്പർ കിട്ടും. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പേഴ്സണൽ റീഡിംഗ് പ്രോഗ്രസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നമ്മുടെ ഫയൽ നമ്പർ 1, ഫയൽ നമ്പർ 2, ഫയൽ നമ്പർ 3 നമ്മൾ ബ്രൗൺ മോങ്കിനെ ചൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് എന്താണ് നമുക്ക് നോക്കാം. എന്താണ് ഇവർക്കുള്ള മെസ്സേജസ് എന്ന് നമുക്ക് നോക്കാം. സോ people who have chosen the brown monk, I see the divine feminine energy is Sara Lakali, queen of the outsiders. I have arrived. I am where I always be. I am love. സോ നിങ്ങളിൽ പലരും ഒരു ന്യൂ ലവ് അല്ലെങ്കിൽ ന്യൂ ലവ് എനർജിയിലേക്ക് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം എന്ന് കാണുന്നുണ്ട്. സോ മേ ബി യു ഹാവ് മെറ്റ് സമൺ ന്യൂ, ഒരു പുതിയതായിട്ടുള്ള ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് അറൈവ്ഡ്. ഐ ആം വേർ ഐ വിൽ ഓൾവേസ് ബി. സോ ഇതൊരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഇതൊരു ലോങ് റണ്ണിൽ നടക്കാനും നിങ്ങൾ മാരേജിലേക്ക് പോവാൻ, കമ്മിറ്റ്മെന്റിലേക്കൊക്കെ പോവാൻ ചാൻസസ് ഉള്ള ഒരു പേഴ്സണിനെ മീറ്റ് ചെയ്തതും അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്ത ഒരു എനർജി ആയിട്ടാണ് തോന്നുന്നത്. സോ നിങ്ങളുടെ കറന്റ് പേഴ്സൺ ഇസ് തിങ്കിങ് നിങ്ങൾ സോൾമേറ്റ് ആണ്. നിങ്ങളുടെ മാരേജ് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഈ ഒരു പേഴ്സൺ ആയിട്ടായിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് തോന്നാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു സാറ ലാക്കാളി കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ എനർജി. സോ നെക്സ്റ്റ് ഐ സീ 5 of cups energy, which means that നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ബ്രേക്കപ്പിന് ശേഷം അല്ലെങ്കിൽ ഒരുപാട് മനസ്സ് വിഷമിച്ച് നിൽക്കുന്ന ഒരു മൊമെന്റിൽ കണ്ട ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾ. അല്ലെങ്കിൽ ആ സമയത്ത് ഒരുപാട് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ഒരു പേഴ്സന്റെ എനർജി എന്നുള്ള രീതിയിലാണ് ഈ 5 of cups കാർഡിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. അയാൾ ശരിക്കും ബ്രേക്കപ്പിൽ നിന്നോ അല്ലെങ്കിൽ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്നോ ഹീൽ ചെയ്തിട്ടുണ്ടാവാനുള്ള ചാൻസസ് ഇല്ല. മേ ബി ദേ ആർ സ്റ്റിൽ ക്യാരിങ് ആ ഒരു വിഷമം ഓഫ് പാസ്റ്റ് റിലേഷൻഷിപ്പ് ഒക്കെ ഇപ്പോഴും ക്യാരി ഓവർ ചെയ്യുന്ന അല്ലെങ്കിൽ അതും ആലോചിച്ച് വിഷമിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും അയാൾക്ക് അതിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി പുറത്തേക്ക് വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. മേ ബി ഹി സ്റ്റിൽ ദെയർ എന്നാണ് തോന്നുന്നത്. And again, Ace of Wands energy, which I'm feeling that this is a pretty much new energy. പുതുതായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് എനിക്ക് അഗെയിൻ തോന്നുന്നത്. സോ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഇപ്പൊ മീറ്റ് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ന്യൂ എനർജി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. സോ they also think that your relationship is pretty much new and ഇതൊരു പുതിയ ഒരു സ്റ്റാർട്ടിനുള്ള ഒരു എനർജി ആണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ പുതിയ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സണെ തോന്നുന്നുണ്ടാവാം. ആൻഡ് ഐ സി ഹാങ്ഡ് മാൻ എനർജി. ഈ ഒരു പേഴ്സൺ നിങ്ങളൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ഒരു പേഴ്സൺ ആണോ എന്ന് ഡൗട്ട് ചെയ്യുന്നുണ്ടാവാം. മേ ബി നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും നിങ്ങളുടെ തലയിലാണ്. സോ എനിക്ക് വേണ്ട അറ്റൻഷൻ കിട്ടുമോ, എനിക്ക് വേണ്ട ടൈം കിട്ടുമോ എന്നൊക്കെ ഈ ഒരു പേഴ്സണെ തോട്ട് ഉണ്ടാവാം. അതേപോലെ തന്നെ ദേ മേ ഫീൽ ദാറ്റ് ഈ ഒരു പേഴ്സൺ ചിലപ്പം ഒരു എന്ത് തെറ്റ് സംഭവിച്ചാലും യു വിൽ ടേക്ക് ഓൺ യുവർ ഹെഡ്, നിങ്ങൾ അത് നിങ്ങളുടെ മേൽ തന്നെ എടുക്കും എന്നുള്ളൊരു തോട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ടാവും. അതായത് ചിലപ്പം തെറ്റ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ കാരണമായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. ബട്ട് സ്റ്റിൽ യു വിൽ തിങ്ക് ദാറ്റ് ഓക്കെ ഇത് എൻ്റെ ഒരു ഓവർ തിങ്കിങ് കാരണമാണ്, അല്ലെങ്കിൽ എൻ്റെ മണ്ടത്തരം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് നിങ്ങൾ ഏറ്റെടുക്കുന്ന കൈൻഡ് ഓഫ് പേഴ്സൺ ആയിരിക്കും നിങ്ങൾ എന്ന് ഈ ഒരു പാർട്ട്ണർ തിങ്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് they feel that. And I say King of Pentacles, which means that they are feeling ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ they'll get ഒരു ലൈഫ് ലോങ് പാർട്ട്ണർ. എപ്പോഴും അവരുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന, അവരുടെ എല്ലാ ഇപ്പം അവരുടെ ലോസ് ആയാലും അവരുടെ
എന്തെങ്കിലും ജയമായാലും തോൽവി ആയാലും എന്തും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ആണ് നിങ്ങൾ എന്ന് ഈ ഒരു പേഴ്സൺ ബിലീവ് ചെയ്യുന്നുണ്ടാവാം എന്നുള്ളതാണ് ദ കിങ് ഓഫ് പെന്റക്കിൾസ് എനർജി. ആൻഡ് അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങളെ എന്തായാലും റിലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വിശ്വസിക്കുന്നുണ്ടാവാം. ആൻഡ് ഏജ് ഓഫ് കപ്സ് എനർജി വിച്ച് മീൻസ് ദാറ്റ് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഗോസ്റ്റിംഗ് ബിഹേവിയർ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഈ ഒരു പേഴ്സൺ ചിലപ്പം നിങ്ങളെ വിട്ടുപോകും, പിന്നെ വീണ്ടും തിരിച്ചു വരും, വിട്ടുപോകും, തിരിച്ചു വരും. ദാറ്റ് മീൻസ് ഹി ഈസ് പ്രിറ്റി മച്ച് കൺഫ്യൂസ്ഡ് എന്നുള്ളൊരു രീതിയാണ്, അല്ലെങ്കിൽ ഷീ ഈസ് പ്രിറ്റി മച്ച് കൺഫ്യൂസ്ഡ്. ചിലപ്പം ഈ ഒരു പേഴ്സൺ വാക്ക് അവേ ചെയ്യാം ഈ ഒരു റിലേഷൻഷിപ്പിന്, ചിലപ്പോൾ വീണ്ടും തിരിച്ചു വരാം. അതായത് ഇറ്റ്സ് ലൈക്ക് ഒരു കൺഫ്യൂസ് സിറ്റുവേഷൻ. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ റോങ് ഡിസിഷൻസ് എടുക്കാനുള്ള ചാൻസസ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ്. ഇപ്പം കറന്റ് ഈ ഒരു പേഴ്സൺ ഭയങ്കര ലോൺലി ഫീൽ ചെയ്യുന്ന ഒരു എനർജി ഐ സീ ദാറ്റ്. മേ ബി റൈറ്റ് ആഫ്റ്റർ ബ്രേക്കപ്പ് ഉള്ള പേഴ്സണോ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു പേഴ്സൺ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, അതായത് ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോകണം. കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവാം ഈ ഒരു പേഴ്സണ്, ഇൻസെക്യൂരിറ്റീസ്. ആൻഡ് പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ കാരണം ആ ഒരു പേഴ്സൺ ഭയങ്കര ഹേർട്ട് ആണെന്നാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് ഐ സീ ദാറ്റ്. ആൻഡ് ഐ സീ മജീഷ്യൻ എനർജി. അതായത് ചിലപ്പം ഈ ഒരു പേഴ്സൺ ഇസ് മാനിപ്പുലേറ്റീവ് അറ്റ് ടൈംസ്, അല്ലെങ്കിൽ ഇറ്റ് കുഡ് മീൻ ദാറ്റ് ഈ ഒരു പേഴ്സൺ എല്ലാ രീതിയിലുള്ള കഴിവുകളും ഉണ്ട്. മേ ബി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞു വീഴ്ത്താനൊക്കെയുള്ള കഴിവ്, മേ ബി ചാമിങ് പേഴ്സണാലിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരു മാനിപ്പുലേറ്റീവ് കാര്യങ്ങളുണ്ട്, അതായത് അവർക്ക് എന്താണോ താല്പര്യം അത് നേടിയെടുക്കാൻ, അത് പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്ത് നേടിയെടുക്കാനുള്ള ഒരു എനർജി ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം. ആൻഡ് ദേ തിങ്ക് ദാറ്റ് യു ആർ പ്രിറ്റി മച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ദേ ആർ. അവരെന്താണോ എന്നുള്ളതിൽ നിങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ ഹാപ്പി ആണ് എന്നാണ് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ഐ സീ ദ വീൽ. ആൻഡ് ദ വീൽ ഇസ് ലൈക്ക് എപ്പോഴും ഈ ഒരു പേഴ്സന്റെ എനർജി ഇസ് ലൈക്ക് എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ചിലപ്പം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വളരെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും, അറ്റ് ദ സെയിം ടൈം ചിലപ്പോൾ കുറച്ച് നിങ്ങളുടെ അടുത്തൊരു ഇമോഷണൽ ഇൻബാലൻസ് കാര്യങ്ങളൊക്കെ കാണിക്കും. ഇതെപ്പോഴും ഒരു റൗണ്ട് ആയിരിക്കും. ആസ് ഐ ഓൾറെഡി സെഡ്, ഇയാൾ പോകും വരികയും ചെയ്യും. സോ ഇറ്റ്സ് ബേസിക്കലി അതൊരു ഇമോഷണൽ ഇംബാലൻസ് കൊണ്ടായിരിക്കാം. അതായത് ചിലപ്പോ ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും, അതേ പേഴ്സൺ കുറച്ചു നേരം കഴിയുമ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യാനുള്ള ചാൻസസ്. ഇറ്റ്സ് ലൈക്ക് എ വീൽ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി, പക്ഷെ അത് റിപ്പീറ്റേറ്റീവ് മാനറിൽ വരുന്ന ഒരു എനർജി. അതായത് വീണ്ടും വീണ്ടും അതേ കാര്യം തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുക. അതായത് നിങ്ങൾ ചിലപ്പോൾ പറയുന്നുണ്ടാവും, അതായത് എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല, മേ ബി ഐ ഡോണ്ട് വാണ്ട് ദിസ്, ഇത് മാറി വേറെ രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടത് റിലേഷൻഷിപ്പ്. പക്ഷെ ഈ ഒരു പേഴ്സൺ ആ ഒരു വീലിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ, അതല്ലെങ്കിൽ അതേ ഒരു ഇമോഷണൽ പാറ്റേണിൽ നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം. ആൻഡ് ഐ സി 6 of Pentacles again. ദേ സീ യു ആസ് ഗീവേഴ്സ്. അതായത് അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ അവർക്ക് 100% കൊടുക്കും, അല്ലെങ്കിൽ 100% ജെനുവിൻ ആയിട്ട് നിൽക്കും എന്ന് ഈ ഒരു പേഴ്സൺ ബിലീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വിത്ത് 6 of Pentacles എനർജി എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ദേ ബിലീവ് ദാറ്റ് യു വിൽ നെവർ ലീവ് ദം ആൻഡ് ഗോ. നിങ്ങൾ എപ്പോഴും ഗീവർ എനർജി ആയിട്ട് ഈ ഒരു പേഴ്സന്റെ കൂടെ തന്നെ നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ സീ ദ മൂൺ കാർഡ്, which again is the reason why this person is confused. ഈ ഒരു പേഴ്സൺ എപ്പോഴും കൺഫ്യൂഷൻസ് ഓൺ ആൻഡ് ഓഫ് ഉണ്ടാവാനുള്ള റീസണും ഈ ഒരു മൂൺ കാർഡാണ്. അതായത് മൂൺ ഗൈഡഡ് ആണ്. ആൻഡ് ചിലപ്പോൾ ഈ ഒരു പേഴ്സണിന് കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം, ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം, ചിലപ്പം ഒരു പൊസസീവ്നെസ് ഒക്കെ ഉണ്ടാവും. അതായത് മേ ബി നിങ്ങൾ വേറൊരാളടുത്ത് സംസാരിക്കുമ്പോൾ കുറച്ച് പൊസസീവ് ആകാം. അത് മേ ബി ഒരു കൺഫ്യൂഷൻ ആണ്, വെദർ നിങ്ങൾ അവരെ ഒരു ഓപ്ഷൻ ആയിട്ട് കീപ്പ് ചെയ്യുമോ. മേ ബി പാസ്റ്റ് ലൈഫിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ബാഡ് എക്സ്പീരിയൻസസ്, ആ ഒരു എക്സ്പീരിയൻസ് കാരണം ഈ ഒരു പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും. അതായത് ഇതുപോലെ തന്നെ കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ് പോലെ തന്നെ ആയി പോകുമോ ഈ ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെയൊക്കെയുള്ള പേടികൾ ചിലപ്പം ഇറ്റ്സ് ക്വൈറ്റ് നേച്ചുറൽ ആ ഒരു പേഴ്സൺ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ ഒരു എനർജി ഉണ്ടാവുന്നത്. സോ ഓൾ ഇൻ ഓൾ നിങ്ങളൊരു സോൾമേറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു ലോങ് റണ്ണിൽ റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആണെന്ന് ഒരു പാർട്ണറായിട്ട് അയാൾ കാണുന്നുണ്ടെങ്കിലും അയാളുടെ പാസ്റ്റിൽ നിന്ന് അയാൾ എങ്ങനെയെങ്കിലും ഹീൽ ചെയ്ത് പുറത്തേക്ക് വന്നാൽ മാത്രമേ ഈ
ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിട്ട് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വിത്ത് ദീസ് റീഡിങ് എനിക്ക് മനസ്സിലാവുന്നത്. സോ ദാറ്റ് ഈസ് ഇറ്റ്. അല്ലാതെ ദർ ഇസ് നത്തിങ് നെഗറ്റീവ്. പിന്നെ ഈ ഒരു പേഴ്സന്റെ കറന്റ് എനർജി ഈസ് ഇമോഷണലി ഈ ഒരു പേഴ്സൺ കറന്റ് അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓൺ ആൻഡ് ഓഫ് പോകും വരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. സോ അത് നിങ്ങളെ ഡെഫിനറ്റ്ലി മെന്റലി ഫിസിക്കലി ഒക്കെ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടോക്ക് ടു ദാറ്റ് പേഴ്സൺ എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് ഇസ് ദ ഏഞ്ചൽ മെസ്സേജസ്. സോ നിങ്ങൾക്ക് ഇവിടെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു ക്വസ്റ്റ്യനെ പറ്റിയിട്ട് ഇവിടെ ചോദ്യം ചോദിക്കാം. ആൻഡ് വി വിൽ സീ വാട്ട് ദ ഏഞ്ചൽ ഹാവ് ഗോട്ട് ടു ടെൽ യു. എന്താണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ദ മെസ്സേജ്. ഐ സീ അബണ്ടൻസ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ അബണ്ടന്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ ലവിനെ പറ്റിയിട്ടാണ് ചോദിച്ചതെങ്കിൽ ദിസ് ഇസ് ബ്രിങ്ങിങ് യു എ ലോട്ട് ഓഫ് അബണ്ടൻസ്. ഈ ഒരു ലവ് ലൈഫ് നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ്, ഒരുപാട് സ്നേഹം. You can expect from that person abundance. Something is coming to you really fast. Next, I'll see the other cards. So, is there anything else the angels have to tell them? So, let's see that. Okay, I see not the right time. So, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഗ്രഷൻ എടുക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം. ഇപ്പൊ അതിനുള്ള റൈറ്റ് ടൈം അല്ല. സോ എനിവേ ദർ ഇസ് അബണ്ടൻസ്. നിങ്ങൾ നിങ്ങളുടെ ലവ് അല്ലെങ്കിൽ വാട്ട് എവർ ഫോർട്ടേ ദാറ്റ് യു ഹാവ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മുന്നിലോട്ടേക്ക് വരാൻ പറ്റും. പക്ഷേ ദ ഓൺലി തിങ് ഇസ് ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം. ഇപ്പോഴല്ല അതിനുള്ള ടൈം, പക്ഷേ യു വുഡ് ഹാവ് ടു വെയിറ്റ്. സോ നിങ്ങൾ എത്ര വെയിറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ലെറ്റ് മീ സീ. So I see, I will say 6 months. So 6 monthsന് ശേഷം your relationship അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫോർട്ടേ സൂപ്പറായിട്ട് മാറും. അതിന്റെ ഒരു എനർജി മാറി വരുന്നുണ്ട്. സോ യെസ്, ദാറ്റ് ഇസ് എ മെസ്സേജ് ഫോർ യു. ഇപ്പൊ നിങ്ങൾ കറന്റ്ലി പോയ ഒരാളുടെ അടുത്ത് നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്താലും ദർ ഈസ് എ ചാൻസ് ദാറ്റ് കുഡ് നോട്ട് വർക്ക് ഔട്ട്. അതുകൊണ്ട് അതിപ്പോ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ, അതാണ് ചോദിച്ചതെങ്കിൽ ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം. യു വുഡ് ഹാവ് ടു വെയിറ്റ് ഫോർ എ ലോങ് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. സോ ദാറ്റ് ഇസ് വാട്ട് ഐ സീ. കുറച്ചൊരു വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾക്കുണ്ട്. ജസ്റ്റ് പ്രിറ്റി മച്ച് സ്ലോ, ബട്ട് അബണ്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റ്സുമായിട്ട് കണക്റ്റഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് പോർട്ട്ലിയിൽ നിന്നുള്ള നമ്മളുടെ പേഴ്സന്റെ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. എന്താണ് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. സോ ഐ ടേക്ക് 3 മെസ്സേജസ്. ഇത് നിങ്ങളുടെ അടുത്ത് ആ ഒരു പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിരിക്കും. വാട്ട് ഈസ് ദ മെസ്സേജസ്? I think the connection the person is having with you is really stable. ഈ ഒരു പേഴ്സൺ ഒരു തേർഡ് പാർട്ടി ഒന്നും വെക്കാൻ സാധ്യതയില്ലാത്ത ആളാണ്. ഓക്കെ, യു ആർ മൈ ഫ്യൂച്ചർ, പ്രസന്റ് ആൻഡ് പാസ്റ്റ് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു പേഴ്സൺ, ആസ് ഐ ഹാവ് സെഡ്, ഈ റീഡിങ്ങിൽ കണ്ടു മുഴുവനും ഞാൻ പറഞ്ഞു സോൾമേറ്റ് എനർജി. ഈ ഒരു പേഴ്സൺ നിങ്ങളാണ് സോൾമേറ്റ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ദേ ആർ സേയിങ് ദാറ്റ് യു ആർ മൈ ഫ്യൂച്ചർ, പ്രസന്റ് ആൻഡ് പാസ്റ്റ്. സോ ദേ ബിലീവ് ദാറ്റ് നിങ്ങളുടെ ഈവൻ പാസ്റ്റിലും നിങ്ങൾ തന്നെയായിരുന്നു സോൾമേറ്റ്, നിങ്ങളാണ് ആ പേഴ്സൺ എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഐ വിഷ് വി കുഡ് മീറ്റ് സം ഡേ. സോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ വിഷ് വി കുഡ് മീറ്റ് സം ഡേ. സോ മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ എത്രയും പെട്ടെന്ന് മീറ്റ് ചെയ്യുമായിരിക്കും. അവര് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ സാധ്യത ഉണ്ട്. ആൻഡ് വാട്ട് എവർ ദ റീഡിങ് ഐ ഹാവ് ടോൾഡ് യു, അത് തന്നെയാണ് ഇതിൻ്റെ അകത്തും. യു ആർ മൈ സോൾമേറ്റ്. അവര് നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. സോ ഇറ്റ് ഈസ് പ്രിറ്റി മച്ച് ക്ലിയർ ഫ്രം ദ റീഡിങ്.
ദാറ്റ് അവർ ബിലീവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തന്നെയാണ് അവരുടെ പെർഫെക്റ്റ് പാർട്ട്ണർ എന്നുള്ളത്. പക്ഷെ അതിനുള്ള ഒരു ടൈം പീരീഡ്, ഒരു ടൈം ലാഗ് എന്ന് പറയുന്നത് മേ ബി പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് അല്ലെ പാസ്റ്റിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള റോങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കാം. സോ മേ ബി ദാറ്റ് ഈസ് ദ ബ്ലോക്കേജ്. ആ ഒരു ബ്ലോക്കേജ് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ യുവർ റിലേഷൻഷിപ്പ് ഷാൾ ഫോൾ ഇൻ പ്ലേസ് ആൻഡ് നിങ്ങൾക്ക് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. സോ ഐ എം സോ ഹാപ്പി ഫോർ യു ആൻഡ് ഐ എം റൂട്ടിംഗ് ഫോർ യു ഗൈസ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ട് നടക്കട്ടെ ആൻഡ് ഐ എം സോ ഹാപ്പി. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഹെൽപ്പ് മീ ഗ്രോ. ആൻഡ് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ കമന്റ്സും ആഡ് ചെയ്യാം. ഐ എം റിയലി ഹാപ്പി ടു സീ എ ലോട്ട് ഓഫ് കമന്റ്സ്. നല്ല കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് we live in a society where people don't appreciate us for anything. നമ്മൾ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സോ ഫ്രം ദെയർ സം പീപ്പിൾ ആർ ടേക്കിംഗ് ദെയർ എഫോർട്ട് ടു കമന്റ്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോന് കമന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിലെ കാര്യങ്ങൾ കാണാനും സപ്പോർട്ട് ചെയ്യാനും ഒരു എനർജി യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. ഐ എം സെയിങ് അബൌട്ട് മൈസെൽഫ്. എനിക്കതൊരു വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ സെൻഡ് യു ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ റീഡിംഗ് ആസ് വെൽ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ചെയ്യാം. ദാറ്റ് ഈസ് അവർ ബ്ലൂ മോങ്ക്. നമ്മുടെ ബ്ലൂ മോങ്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഐ സി. Okay, the divine feminine card is a Joan of Arc, the warrior of light. I have steel-like faith in myself. My angel armor me with conviction. ഓക്കെ, നിങ്ങളെ മേലെ നല്ല രീതിയിൽ വിശ്വാസമുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ഈ ഒരു പേഴ്സൺ. ദേ ബിലീവ് യു. അതായത് നിങ്ങൾ ഒരിക്കലും ലൈ ചെയ്യില്ല, നിങ്ങൾ കള്ളം പറയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഇസ് പ്രിറ്റി മച്ച് സ്ട്രോങ്. ആ ഒരു എനർജിയിലെ വിശ്വാസം ഈ ഒരു പേഴ്സൺ ഉണ്ടാവും. ആൻഡ് ഈ ഒരു പേഴ്സൺ ബിലീവ്സ് ദാറ്റ് നിങ്ങൾ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങളെ വിശ്വസിക്കാം എന്നുള്ളത് ഈ ഒരു പേഴ്സൺ അറിയാം എന്നുള്ളതാണ് എനിക്ക് കാണുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് ഗ്രേറ്റ് എനർജി. സോ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ഐ സീ ദ മെസ്സേജസ് ഫ്രോം ദ ടാരോ കാർഡ്. സോ നമ്മൾ ഗിൽഡഡ് വൈറ്റിന്റെ ടാരോ ആണ് എടുത്തിരിക്കുന്നത്, ഗിൽഡഡ് ടാരോ. സോ ഐ തിങ്ക് ദ ക്വീൻ ഓഫ് സോർഡ്സ് എനർജി, വിച്ച് മീൻസ് ഇതിൻ്റെ അകത്ത് പലരും ഒരു ഫൈറ്റർ എനർജിയാണ്. നിങ്ങൾ പല കാര്യത്തിനും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനൊക്കെ നിങ്ങൾ പ്രതികരിക്കുന്ന പേഴ്സൺ ആയിരിക്കും. അതായത് ഇഫ് സമ്മൺ ട്രീറ്റ്സ് യു റിയലി ബാഡ്, അതായത് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ പുറകെ നിന്ന് കുത്തിയാൽ കൂടെ യു കാണ്ട് ടേക്ക് ദം. ലൈക്ക് അവരെ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം കണ്ടു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ചിരിച്ച് സംസാരിക്കാൻ പറ്റില്ല. യു വിൽ ബി ലൈക്ക് അവരെ ഓക്കെ ദേ ഹാവ് ടു ഡെഡ്. അതായത് എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഓക്കെ ഇറ്റ്സ് ബെറ്റർ അവരുടെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഞാൻ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ ഇനി അവര് നമ്മൾ ലൈഫിലേക്ക് മുന്നിലോട്ടേക്ക് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് മുന്നിലോട്ടേക്ക് പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങൾ. യു കാൺ ടേക്ക്, അതായത് അനാവശ്യമായിട്ടുള്ള ആൾക്കാരുടെ ജഡ്ജ്മെന്റും കാര്യങ്ങളും ഒന്നും എടുക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കുന്ന പേഴ്സൺ ആയിരിക്കില്ല. ആൻഡ് ദാറ്റ് ഇസ് എ പ്രിറ്റി മച്ച് ഗുഡ് ക്വാളിറ്റി എന്നുള്ള രീതിയിലാണ് വിത്ത് ക്വീൻ ഓഫ് സോഴ്സ് എനർജി. യു ഡോണ്ട് വാണ്ട്, അതായത് അനാവശ്യമായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാത്ത രീതിയിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ പറ്റി മോശമായിട്ട് പറയുന്നതോ ഒന്നും നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരായിരിക്കില്ല എന്നുള്ളതാണ് വിത്ത് ക്വീൻ ഓഫ് സോർഡ് കാണുന്നത്. സോ ദാറ്റ് പേഴ്സൺ ഓൾസോ സീസ് യു ലൈക്ക് ദാറ്റ്. ആൻഡ് ഐ സീ ഫോർ ഓഫ് സോർഡ്. സോ നിങ്ങളുടെ കറന്റ് പേഴ്സൺ നിങ്ങളിപ്പോ ഭയങ്കര ഓവർ വർക്ക്ഡ് ആയിട്ടും ഇപ്പൊ ഒരു റെസ്റ്റിംഗ് ഫേസിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. സോ ഇപ്പം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം മച്ച് എഫോർട്സ് ഒന്നും ചിലപ്പോൾ ഇടുന്നുണ്ടാവില്ല. ചിലപ്പം നിങ്ങളെ കാണാനോ അല്ലെങ്കിൽ നിങ്ങളത് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും ഒരു എഫോർട്ട് എടുക്കുന്നുണ്ടാവില്ല. മേ ബി അവര് കുറച്ച് റെസ്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് ആണ് ഇപ്പോൾ, അല്ലെങ്കിൽ ദേ വോണ്ട് ടു നോ സ്പിരിച്വലി ഈ ഒരു പേഴ്സണായിട്ട് കണക്ഷൻ ഉണ്ടോ, നിങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ടോ, നിങ്ങളുമായിട്ട് എന്താണ് ആ ഫീലിങ്ങിനെ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ടൈം പീരീഡ്, അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റിംഗ് ഫേസിലാണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ്
മേ ബി ഒരു 4 months ആയിട്ട് ഈ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടാവാം. ആൻഡ് ഈ ഒരു പേഴ്സൺ ഒരു റെസ്റ്റിംഗ് ഫേസിലായിട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ നോൺ കോണ്ടാക്റ്റിൽ വരെ പോയിട്ടുണ്ടാവാം ചിലപ്പോൾ. ആ ഒരു എനർജിയിലാണ്. ദേ ഡോണ്ട് നോ ആ എന്താണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, എന്താ വാട്ട് ഈസ് ദാറ്റ് റിലേഷൻഷിപ്പ് അബൌട്ട്, എന്ത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് ഐ സീ the 8 of cups energy. So ഈ ഒരു പേഴ്സൺ ഇപ്പൊ കറന്റ്ലി അയാളുടെ കംപ്ലീറ്റ് എനർജി ഡ്രെയിൻഡ് ഔട്ട് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇത്. കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് ഈ ഒരു പേഴ്സണ്. ആ ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷനിൽ നിൽക്കുക, അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് ലവ് നിങ്ങളുടെ സൈഡ് നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും, പക്ഷെ അതൊന്നും ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നിൽക്കാം. അങ്ങനെയൊക്കെ ഒരു വിയേർഡ് ബിഹേവിയർ കാണിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ഈ ഒരു പേഴ്സൺ എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ പാസ്റ്റിലുള്ള ആൾക്കാരെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യുക. യൂണിവേഴ്സിൽ നിന്നും തരുന്ന ലവ്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്നും തരുന്ന പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാതെ നിൽക്കുക എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുക എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ക്വീൻ ഓഫ് വൺസ് എനർജി, നിങ്ങൾക്ക് അവരുടെ അടുത്തുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരടുത്ത് കാണിക്കുന്നത് ഭയങ്കര പാഷനേറ്റ് ആണ് എന്ന് അവര് മനസ്സിലാക്കുന്നുണ്ട്. ദാറ്റ് നിങ്ങൾക്ക് അവരുടെ അടുത്ത് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഉള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഉള്ള ലവ് ഇസ് റിയൽ, അല്ലെങ്കിൽ അതൊരു പാഷനേറ്റ് ആണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ദേ നോ ദാറ്റ് നിങ്ങൾക്ക് അവരെ നല്ല രീതിയിൽ താല്പര്യമുണ്ട് മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പ് ആയിട്ട് പോകാൻ എന്നുള്ളത്. അഗെയിൻ 4 ഓഫ് കപ്സ് എനർജി, യൂണിവേഴ്സിൽ നിന്നും തരുന്ന ലവ് അവർ കാണുന്നില്ല. അത് അവർ കൊടുക്കുന്ന ഒന്നും അവർക്ക് ഇപ്പൊ മര്യാദയ്ക്ക് പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല ഫ്രം മൈൻഡ്. ആ ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. സോ ഇറ്റ് ഇസ് ലൈക്ക് മേ ബി പാസ്റ്റിലുള്ള കാര്യം മാത്രമായിരിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് അവരൊരു 50-50 നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാൻ ചാൻസസ് ഉണ്ട്. സോ ദിസ് ഇസ് ലൈക്ക് വൺ സൈഡഡ് തിങ്. അറിയില്ല വൺ സൈഡഡ് ലവ് ആണോ എന്ന് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. ബട്ട് ദേ നോ നിങ്ങൾക്ക് അവരുടെ അടുത്ത് താല്പര്യമുണ്ട് എന്ന്, പക്ഷെങ്കിൽ ദേ ആർ കറന്റ്ലി കൺഫ്യൂസ്ഡ്. 10 ഓഫ് കപ്സ് എനർജി, ഇത് ഒരു പക്ഷേ ഇതൊരു കമ്മിറ്റ്മെന്റിലേക്ക് മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റെസ്പെക്ട് ബൗണ്ടറീസ്. അതായത് ഏതൊരു പേഴ്സൺ ആണെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ടാവും. അതായത് യു ആസ്ക് മീ and you tell that okay, don't do this and I'll don't do that. But as a person എനിക്ക് ഒരു കാര്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ I will do that until and unless which doesn't hurt someone else, I will do it അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ബൗണ്ടറീസിനെ റെസ്പെക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. And next thing is I am sorry, this is the end. So പലവർക്കും ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഒരു എൻഡിങ് നോട്ട് ആയിരിക്കാം. അതായത് they may feel that this is the end, ഇതൊരു എൻഡ് ആയിരിക്കാം എന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ചാൻസസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. And I will love you till my last breath. ചില ആൾക്കാർ മേ ബി ദിസ് ഇസ് ലൈക്ക് ആൻ ഹാഫ് ആൻഡ് ഹാഫ് ജേർണി ആസ് ഐ ഹാവ് സെഡ്. ഇതിന് ചിലത് വൺ സൈഡഡ് ആണ്, ചിലത് ഓൾറെഡി കമ്മിറ്റ്മെന്റ് ആണ്, ദേ ആർ വെയിറ്റിംഗ് ഫോർ എ റിപ്ലൈ. സോ I expect that some people will say yes, ഒരു 50% of people will say yes and other will say no, because ചിലവർ 100% ready to commit and till last breath നിങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. ചിലവർ അവരുടെ സിറ്റുവേഷൻ കാരണം ദേ ആർ മൂവിങ് ഔട്ട് എന്നുള്ള രീതിയിലാണ് കാണാൻ പറ്റുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് പ്രിറ്റി മച്ച് കൺഫ്യൂസിങ് ഫയൽ, ബിക്കോസ് ഇതിൻ്റെ അകത്ത് 50% ആയിട്ട് 2 പേരും ഉണ്ട്. സോ ആസ് ആൻഡ് നമ്മൾ പൈൽ സെലക്ഷനും ഇങ്ങനെ ഒരു ഓഡിയൻസ് റീഡിങ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പെർഫെക്റ്റ് റീഡിങ് 80% വരെ നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യായിരിക്കും. പക്ഷെ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുന്ന അത്രയും പ്രിസൈസ് ആയിട്ട്, നിങ്ങൾക്ക് അറിയേണ്ട ആൻസർ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുന്ന അത്രയും പ്രിസൈസ് ആയിട്ട് വരില്ല. സോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ പേഴ്സണൽ റീഡിങ്. സോ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് ചെയ്യാം.
So that is what I say about the Sharada Devi energy. So unconditional love exists within me and the presence of the love in the absence of judgment. So നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യുന്നില്ല, ജഡ്ജ് ചെയ്യാതെ അവരൊരു മദർ, മേ ബി മദർ നമ്മളെ ജഡ്ജ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. സോ നമ്മൾ എന്ത് ചെയ്താലും ജഡ്ജ്മെന്റൽ അല്ലാതെ അൺകണ്ടീഷണൽ ലവ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് വി വിൽ സീ ദ ടാരോ കാർഡ്സ് എന്തൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. ഐ സീ ക്വീൻ ഓഫ് കപ്സ്. ദേ സീ യു ആസ് someone who have a lot of intuition. അതായത് നിങ്ങൾ ചിലപ്പം അവർക്ക് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണുന്നുണ്ടാവാം, അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ടാവും. അവരെ ചുറ്റുമുള്ള ആൾക്കാർ തന്നെ ചിലപ്പോൾ ടോക്സിക് ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല, പക്ഷെ യു അണ്ടർസ്റ്റാൻഡ് ദം ബെറ്റർ ആൻഡ് എപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള തോട്ട്സ് ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് യു ആർ someone വിത്ത് ലോട്ട് ഓഫ് ലവ് ആൻഡ് ഒരുപാട് സ്നേഹമുള്ള ഒരു പേഴ്സൺ ആയിട്ടും അവരെ ചുറ്റുമുള്ള കാര്യങ്ങളും അവർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജി ഉള്ള ഒരു പേഴ്സൺ ആയിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നുണ്ട്. നെക്സ്റ്റ് ഐ സീ 5 of wands energy, which means that on and off fights. ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ടും നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്ന് ഈ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മേ ബി ഫാമിലീസ് ഓക്കെ ആയിരിക്കില്ല ഈ ഒരു റിലേഷൻഷിപ്പിന്, മേ ബി ചുറ്റുമുള്ള ആൾക്കാർ കൂടെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് നടക്കാൻ വേണ്ടി ഒരുപാട് ഫൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു തോട്ട് ഉണ്ട് ഈ പേഴ്സണ്. നെക്സ്റ്റ് ഐ സി 6 of swords എനർജി. ഈ ഒരു കാര്യം കൊണ്ട് ചിലപ്പം ഡിസ്റ്റൻസ് ആയി പോവുക, അതായത് തേർഡ് പാർട്ടി കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് വരാനുള്ള ചാൻസസ് with the 6 of swords energy. And I see the 3 of cups energy, which means against the third party influence. മൂന്നാമത്തെ ഒരു പേഴ്സൺ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇറ്റ് ഇസ് ലൈക്ക് മേ ബി റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ദിസ് കുഡ് മീൻ എ തേർഡ് പേഴ്സൺ. സോ അത് കാരണം നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസിന് ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് ഐ സീ ഡെത്ത് കാർഡ്, വിച്ച് മീൻസ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. So it's like a karmic relationship. I see like you met for some reason, you got a lot of lessons, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, പക്ഷെ അതിൻ്റെ അകത്ത് ഒരു എൻഡിങ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് എ ട്രാൻസ്ഫോർമേഷൻ ഫേസ് ഫോർ ബോത്ത് ഓഫ് യു. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുത്തിയിട്ടുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം. ആൻഡ് ടു ബി എ ന്യൂ പേഴ്സൺ, ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഐ സീ 5 of pentacles. അതായത് നിങ്ങൾക്ക് ഹെൽത്ത് വൈസും മാനസികമായിട്ടും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഓൺ ആൻഡ് ഓഫ് യു മേ ഫീൽ ദാറ്റ് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം എൻ്റെ എനർജി ഒരുപാട് വേസ്റ്റ് ആയി, എൻ്റെ സമയം പോയി, എൻ്റെ മെന്റൽ ഹെൽത്ത് പോയി, എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് പോയി. സോ യു മേ ഫീൽ ദാറ്റ് യുവർ ഫിസിക്കലി മെന്റലി സോ മച്ച് ഡ്രെയിൻഡ് ആൻഡ് അതിൻ്റെ ഒരു എൻഡ് ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. Next I see 2 of wands, which means that either this may be like ഒരു ഓപ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ this could means a distance. അതായത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കൂടി വരുന്നുണ്ട് എന്നുള്ളത് കാണാം. നെക്സ്റ്റ് ഐ സി 9 of swords energy, which means very disturbing. അതായത് നിങ്ങൾക്ക് മെന്റലി ഒരുപാട് ടെൻഷൻസ് വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആൻഡ് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സണെ ഓർത്ത് നിങ്ങളുടെ നൈറ്റ്സ് ഭയങ്കരമായിട്ട് മോശമായിട്ടുണ്ടാവും, നിങ്ങളുടെ ഉറക്കം ഒരുപാട് പോയിട്ടുണ്ടാവാം. യു മേ ഹാവ് സ്ട്രഗിൾഡ് എ ലോട്ട് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. നിങ്ങൾ ഒരുപാട് ഗീവർ ആയിട്ട് ഇരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഒരു ഭയങ്കര വിഷമമുള്ള എനർജിയാണ് ഈ ഒരു മൊത്തത്തിലൊരു റീഡിങ്ങിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. യു ആർ someone who have done 100%. അവർ നിങ്ങളെ ഒരു പ്യുവർ സോൾ ആയിട്ടും കാണുന്നുണ്ട്, പക്ഷെ ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഐ സീ പേജ് ഓഫ് പെന്റക്കിൾസ്, വിച്ച് മീൻസ് അവർക്ക് ലൈക്ക് ഒരു തോട്ട് ഉണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയും മുന്നോട്ടേക്ക് പോയാൽ ഇറ്റ് വാസ് ഗുഡ് എന്നൊക്കെ തോട്ട് ഉണ്ടെങ്കിലും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇസ് നോട്ട് ഗുഡ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ പെർസ്യൂ ചെയ്താലും നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ട് ബിക്കോസ് ഓഫ് ദി തേർഡ് പാർട്ടി. മേ ബി നിങ്ങളുടെ അവരുടെ ഫാമിലി ആയിരിക്കാം, വേറെ ചുറ്റുള്ള പല കാര്യങ്ങളും ആയിരിക്കാം.
സൊസൈറ്റി ആയിരിക്കാം. സോ അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മേ ബി ഹി ഈസ് അല്ലെങ്കിൽ ഷീ ഈസ് ട്രൈങ് ടു കീപ്പ് എ ഡിസ്റ്റൻസ് വിത്ത് യു. അങ്ങനെ അവർ തന്നെ ആയിട്ട് സ്വയമായിട്ട് മാറിപ്പോകുന്ന ഒരു റിലേഷൻഷിപ്പ്, ആൻഡ് ദാറ്റ് ക്യാൻ ലീഡ് അപ് ടു എൻ എൻഡ്. അതൊരു എൻഡിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സോ ദിസ് ഇസ് വാട്ട് ഐ സീ. ആൻഡ് എനിക്ക് തോന്നുന്നു 3 പൈൽസിൽ ഒരുപാട് വിഷമിച്ചിട്ടുള്ള ഒരു പൈലാണ് പൈൽ 3 എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി യു ഹാവ് ഗോൺ ത്രൂ എ ലോട്ട് ആൻഡ് ഐ ഫീൽ ഫോർ യു ബേസിക്കലി. ആൻഡ് ഐ വിഷ് നിങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ അത്ര തന്നെ സൂപ്പർ ആയിട്ടുള്ള എന്തെങ്കിലും പാർട്ട്നേഴ്സിനെ തന്നെ നിങ്ങൾ ലൈഫിൽ കിട്ടട്ടെ. അങ്ങനെയുള്ള സോൾമേറ്റിനെ തന്നെ നിങ്ങൾ മീറ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ അടുത്തതായിട്ട് നമുക്ക് ഏഞ്ചൽ മെസ്സേജസും കൂടെ നോക്കാം. സോ നിങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു ക്വസ്റ്റ്യന് ഇവിടെ ചോദിക്കാം. സോ വിൽ ആസ്ക് ദ ഏഞ്ചൽസ് വാട്ട് ഇസ് ദ ആൻസർ. എന്താണ് ഏഞ്ചൽ മെസ്സേജസിന്റെ നിങ്ങൾക്കുള്ള ആൻസർ എന്താണ് എന്ന് നോക്കാം. So messages for you from the angels. Okay. Within next few months, I don't know നിങ്ങൾ എന്താ ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. അത് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഐ സീ ഫോർഗിവ്നെസ്. നിങ്ങൾ പഴയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഹീൽ ചെയ്യാനുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാം. ക്ഷമ കൊടുക്കേണ്ട ആൾക്കാർക്ക് ക്ഷമ കൊടുക്കുക. ആൻഡ് ഇഫ് ദേ ഡിസേർവ് ഫോർഗിവ്നെസ്, ഗീവ് ദാറ്റ്. നിങ്ങൾ ഒരുപാട് ക്ഷമ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസസ്. സോ ദിസ് കുഡ് മീൻ എ സെപ്പറേഷൻ. അല്ലെങ്കിൽ നിങ്ങൾ ഫോർഗിവ്നെസ് കൊടുക്കണം. അതായത് ഒരാൾക്ക് ക്ഷമ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഹേർട്ട് ചെയ്യണമല്ലോ. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ ഉള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. സോ I think this is like a karmic relationship where you needed to heal a lot എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. So we will see the messages from the sheets. So I got 3 messages. So they don't want you to go. Please don't go. അവർക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്നും ഇല്ല. ഐ തിങ്ക് ദിസ് ഇസ് പ്രിറ്റി മച്ച് ക്ലിയർ ദാറ്റ് ഇത് ഒരിക്കലും അവരുടെ ഒരു എനർജി അല്ല. ദെൻ പ്ലീസ് ഡോണ്ട് ബി പൊസസീവ്. നിങ്ങളെ കുറച്ച് പൊസസീവ് ആയിട്ട് ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ട്. പ്ലീസ് ഡോണ്ട് ബി പൊസസീവ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഗോ. മേ ബി അവരൊരു റിലേഷൻഷിപ്പ് ഓക്കെ ഹോൾഡ് മീ ടൈറ്റ് ആൻഡ് നെവർ ലീവ് മീ. ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ എനിക്ക് തോന്നുന്നത് ദേ വോണ്ട് യു ആസ് എ പേഴ്സൺ ഇൻ ദിയർ ലൈഫ്. അതായത് അവര് ഒരിക്കലും നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഐ സീ ദ ക്വീൻ ഓഫ് കപ്സ് ആൻഡ് ഓൾ. ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ഈ ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജെനുവിനിറ്റിനെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു നിങ്ങളുടെ ജെനുവിനിറ്റിനെ ആ ഒരു പേഴ്സൺ എന്തായാലും ബിലീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് പേജ് ഓഫ് പെന്റക്കിൾസ് ആസ് വെൽ. ദേ ആർ റെഡി ടു ഗീവ് യു ദാറ്റ് റിലേഷൻഷിപ്പിന് കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതൊക്കെ ആ ഒരു പേഴ്സൺ ആഗ്രഹമുണ്ട്. പക്ഷെ ദ തിങ് ഇസ് ദാറ്റ് തേർഡ് പാർട്ടി കാരണം ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പെർസീവ് ചെയ്യാതെ പോവുക. ആ ഒരു കൈൻഡ് ഓഫ് എനർജിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ഐ ഡോണ്ട് നോ. സോ ദിസ് ഇസ് വാട്ട് ഐ സീ. ദിസ് ഈസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. സോ നിങ്ങൾ കമന്റ് ചെയ്യുക ദിസ് ഇസ് എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ എന്ത്, അതാണോ ഈ തേർഡ് പൈലിൽ വന്നിരിക്കുന്നത്. പ്ലീസ് ടു കമന്റ് and let me know what is the situation that the pile number 3 is going through. Like I see a very difficult situation in your guys. അതായത് they want to be with you. അവർക്ക് നിങ്ങളുടെ കൂടെ നിൽക്കണം. പക്ഷെങ്കിൽ ഒരു തേർഡ് പാർട്ടി കാരണം ഉള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ഒരു സെപ്പറേഷൻ പോലെ എനിക്ക് തോന്നുന്നത്. സോ ലെറ്റ് മീ നോ വാട്ട് ഇസ് ഗോയിങ് ഓൺ വിത്ത് യു. സോ പ്ലീസ് ടു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ
നിങ്ങൾ മെസ്സേജ് ചെയ്യാം. സോ ചില കമന്റ്സിൽ ഐ ഹാവ് സീൻ വാട്ട് ഈസ് ദിസ് ടാരോ കാർഡിൽ എന്തെന്നാ ഇത് ചെയ്യുന്നത്, നിങ്ങൾ ജസ്റ്റ് ടേക്കിംഗ് അപ്പ് സം കാർഡ്സ് ആൻഡ് സ്പീക്കിംഗ് വാട്ട് എവർ യു ഫീൽ ലൈക്ക് ആൻഡ് എല്ലാം പോസിറ്റീവ് മെസ്സേജസ് മാത്രം പറയാം സോ ദാറ്റ് ഐ ഗെറ്റ് പീപ്പിൾ ടു വാച്ച് ഇറ്റ്. നെവർ. നിങ്ങളുടെ ഏതൊരു വീഡിയോ എൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാത്തിലും ദർ ഇസ് സംതിങ് ദാറ്റ് ഇസ് നെഗറ്റീവ്. നെഗറ്റീവിനെ നെഗറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. ഐ ഡോണ്ട് ചുമ്മാ ഐ ഡോണ്ട് ബ്ലഫ് ആൻഡ് സേ ദാറ്റ് ഓക്കെ everything is possible, every relation is going to work, every person and everything, whatever is you are thinking will work. I never say that. Whatever the card shows അതന്നെയാണ് ഞാൻ പറയാറുള്ളൂ. And I have seen channels where people always say only positive things, but I don't prefer saying that. ഞാൻ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ടേക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റാത്ത റിലേഷൻഷിപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ ഐ ഓൾവേസ് സ്പീക്ക് ദാറ്റ്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഡു. ആൻഡ് if you don't believe, I can't make you believe in what you don't believe. നിങ്ങൾക്ക് ബിലീഫ് ഉണ്ടെങ്കിൽ കാണുക, ഇല്ലെങ്കിൽ okay, don't do it. So you don't have to actually say that this is completely something you can't believe just because it doesn't work for you, because it worked for many other people. Like I have worked with over 100 clients recently and it have worked with all of them, so they are happy with it. So why not you? So thank you so much for watching this video. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. ആൻഡ് ഐ വിൽ ലെറ്റ് യു നോ സ്ലോട്ട്സ് ഉണ്ടോ, എങ്ങനെയാണ് റീഡിംഗ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച്.